വളരെ വിചിത്രമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ മത്സ്യബന്ധനത്തിന്റെ പരപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കൊല്ലം പരപ്പിലാണ് ആദ്യം ടെൻഡർ ചെയ്ത കൂട്ടത്തിലുള്ളത്. ഇവിടുത്തെ സവിശേഷത എന്താണ്? കരിമണലുള്ള, ചവറ മുതൽ ഈ പ്രദേശം എന്ന് പറയുന്നത് കരിമണലുള്ള പ്രദേശമാണ്. അവിടെ തന്നെ ആദ്യം ടെൻഡർ വരുന്നു. കരിമണലുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് ഒളിഞ്ഞും തെളിഞ്ഞും സ്വകാര്യ വ്യക്തിക്ക് കരിമണൽ കൊടുക്കാനുള്ള നീക്കം നടത്തിയത് നമുക്കറിയാം. ആ സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ ബന്ധത്തെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ്. അതായത് ഇങ്ങനെ കൊല്ലം തന്നെ തിരഞ്ഞെടുക്കുകയും ആദ്യ ടെൻഡറിൽ ഏറ്റവും വലിയ മത്സ്യസമ്പത്തിന്റെ ഉറവിടമെന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലത്ത് തന്നെ ആദ്യത്തെ ടെൻഡർ വരികയും അവിടെ ഗവൺമെന്റ് മൗനം പാലിക്കുന്നതും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നിട്ട് ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും സമരം ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, ഞാൻ അതിനെ ഒരു സമരത്തെയും കുറച്ച് കാണുന്നില്ല. പക്ഷെ അവർ സമരം ചെയ്യേണ്ട ആർക്കെതിരെയാണ്? അവരെ പ്രതിനിധീകരിക്കുന്ന ഗവൺമെന്റോട് അനങ്ങണം. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന മുദ്രാവാക്യം കൂടെ സംയുക്ത ട്രേഡ് യൂണിയൻ, മത്സ്യബന്ധന സംഘടനകളുടെ സംയുക്ത യൂണിയനുകൾ മുന്നോട്ട് വെക്കണം. ഇവിടെ ഈ ദുരൂഹത എല്ലാം നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലയോ, സംസ്ഥാന ഗവൺമെന്റിന് ഒരുപക്ഷെ റോയൽറ്റി പോലും കിട്ടുന്നില്ല. റോയൽറ്റി സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്നതാണെങ്കിൽ അത് പറയാം. അന്നേരം ഗവൺമെന്റിന് സാമ്പത്തിക താല്പര്യമല്ല, ഗവൺമെന്റ് എന്നുള്ള നിലയിൽ താല്പര്യമല്ല, കിട്ടാൻ പോകുന്ന GST ആണ്. അന്നേരം മറ്റു താല്പര്യങ്ങൾ അവരെ നയിക്കുന്നു, സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണന എന്താ? ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയം. ആദ്യത്തേൽ ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ, അതാണ് ഞാൻ പറയാൻ വന്നത്. ഇവിടെ മത്സ്യബന്ധന തൊഴിലാളികൾ ഉള്ളിടത്തോളം കാലം, അവരോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ളിടത്തോളം കാലം, ഐക്യ ജനാധിപത്യ മുന്നണി ഉള്ളിടത്തോളം കാലം ഒരാളും ഈ കടലിൽ വന്ന് മണൽ വാരിക്കൊണ്ട് പോകാൻ അനുവദിക്കത്തില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. RSPയുടെ തനതായ പ്രക്ഷോഭത്തെ തുടർന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം ഉണ്ടാവും. അല്ലാതെ ഈ കണ്ണി പൊടിയിടാൻ വേണ്ടിയുള്ള, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം മാറ്റിവെച്ചുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള സമരത്തിനോടല്ല ഞങ്ങൾക്ക് യോജിപ്പ്. ഞങ്ങളുടെ തനതായ സമരം ഉണ്ടാകും എന്ന് പറയാം.